Welcome to Zach Dreams. ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ ഹോം ടൂർ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറേ വീഡിയോയിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് തന്നെ റൂമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ വീടിൻ്റെ പേരൊക്കെ ഉണ്ട്, ഇഷ്കെ ഹബീബ് മൻസിൽ എന്നാണ്. പിന്നെ നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ടിൽ നല്ല മൊത്തത്തിലുള്ള ടൈല് ഒരു ഗ്രേ ടച്ചുള്ള ടൈലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇഷ്ടമായോ എന്ന് പറയുക. പിന്നെ ഇതാ 2 ഒറ്റക്കള്ളി ജനലുകൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ പറഗോള, പിന്നെ ഇതാ സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ ചുമരിൽ തന്നെ ബോക്സ് പീസുകളാക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ വെക്കണം. പിന്നെ ഇതാ ഹാളിലേക്കാണ് പിന്നെ നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പം ഒരു വശത്ത് 3 കള്ളി ജനലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ആ ഒരു ഒറ്റക്കള്ളി ജനലുകളാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ ആ ഒരു വശത്തായിട്ട് നമ്മളൊരു സെറ്റി ഇട്ടിട്ടുണ്ട്. പിന്നെ ഹാളിൽ തന്നെ ചെറിയൊരു ഷോക്കേസും കൂടെ ഉണ്ട്. ഇതിൽ ട്രോഫികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സെൻറ്ററിൽ ഉള്ളത് ഉപ്പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, ഉപ്പ ഉസ്താദാന്നുള്ളത്. അപ്പോൾ ഉപ്പ ദഫൊക്കെ പഠിപ്പിച്ചിട്ട് കിട്ടിയ ട്രോഫിയാണ്. പിന്നെ ഈ 3 എൻ്റെതാണ് കേട്ടോ. 3 മാത്രമല്ല, ഒരു ലോഡ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് അവശേഷിക്കുന്നത് അത് മാത്രമാണ്. പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് തന്നെ ഡൈനിങ് ഹാളിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. അവിടെയും ജനൽ നോക്കുകയാണെങ്കിൽ 3 കള്ളി ജനലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹാളിൽ നിന്ന് തന്നെയാണ് റൂമുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ടോട്ടലി ഈ വീട്ടിൽ 2 റൂമാണുള്ളത്. അപ്പോൾ അതിൽ ഒരു റൂമാണ് ഇത് ആങ്ങളെയും വൈഫൊക്കെ കിടക്കുന്ന റൂമാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം ഇവിടെ ഒരു തൊട്ടിലും കുട്ടിയും മാത്രമേ ഉള്ളൂ. മോൻ അതിൽ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ കട്ടിൽ ചെറുതായിട്ട് നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നാക്കിയിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു റൂമിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. അപ്പം ബാത്റൂമിലെ ടൈല് എന്ന് പറയുന്നത് നിലത്ത് ഒരു ബ്ലാക്ക് ടച്ച് വരുന്നതും പിന്നെ ചുമരിൽ വൈറ്റും ബ്ലൂ ആയിട്ട് വരുന്ന ടൈലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയുക കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇതുപോലെയൊക്കെ തന്നെ എടുക്കാൻ അറിയുള്ളൂ. എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നമ്മൾ അടുത്ത റൂമിലേക്കാണ് പോണത്. ഇവിടെ പിന്നെ കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയും 3 കള്ളി ജനൽ. പിന്നെ ഇത് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും റൂമാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കട്ടിലൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് എന്താ പറയുക, ഗിഫ്റ്റ് കിട്ടിയ കട്ടിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2 റൂമാണുള്ളത്. അപ്പോൾ ആ 2 റൂമും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ഹാളിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇതാ ഒരു റൂമും കൂടെ ഉണ്ട്. അത് ഈ വീടിൻ്റെ കിച്ചണായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ സ്ലാബോ കാര്യങ്ങളോ ഒന്നും വാർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലൊരു ചെറിയൊരു വാഷ് ബേസിൻ ഏരിയ മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകു വശത്ത് ഷെഡിലാണല്ലോ താമസിക്കുന്നത്. അതിന്ന് സാധനങ്ങളൊക്കെ കുറേ ഇതിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഫ്രിഡ്ജൊക്കെ കയറ്റുന്ന സമയത്ത് ഈ ഒരു റൂമിൽ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. നമ്മുടെ ഡൈനിങ് റൂമൊക്കെ അത്യാവശ്യം ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൈഡിൽ വാഷ് ബേസിൻ്റെ ആ ഒരു സ്പേസും കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ കിച്ചൺ ഭാഗത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ഡോറാണ് കേട്ടോ ഇത്. ഇവിടെ തറ കെട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് കിച്ചൺ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തറേൻ്റെയൊക്കെ ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മേലൊക്കെ ചുമരും കാര്യങ്ങളൊക്കെ കെട്ടണം ഇൻഷാ അള്ളാ. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ആ ഒരു കിച്ചണും കൂടെ ഒന്ന് സെറ്റായാൽ മാത്രമല്ലേ ഇവിടെ ഒന്ന് എന്താ താമസം ഉറപ്പാവുള്ളൂ. അപ്പോൾ അവർ താമസിച്ചിട്ടുണ്ടായിരുന്ന ഷെഡ് ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ. അവിടെയാണ് അടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടുന്ന് കുക്കിങ്ങും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഇതിലേക്ക് വരൽ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ. അപ്പോൾ ഇഷ്ടമായോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ചെറിയൊരു ഹെയർ കെയർ വീഡിയോയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കൂളൊക്കെ തുറക്കാനായി. അപ്പോൾ ഒറ്റ ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ദിവസം വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. പോയ സ്ഥിതിക്ക് തലയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല താരനുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പണിയിലാണ് ഉമ്മച്ചി. ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഉമ്മച്ചി ഏകദേശം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചെടുക്കുന്ന ആ ഒരു രംഗമാണ് നിങ്ങൾ കണ്ടത്. അപ്പം ഞാനൊന്ന്
ഒന്നുകൂടെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എല്ലാം മിക്സ് ആയിട്ടുണ്ട്. എന്നാലും എന്തൊക്കെയാണ് അതിൽ ചേർത്തതെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. മൈലാഞ്ചി ഇല, പേരക്കേൻ്റെ ഇല, പിന്നെ അതുപോലെ പനിക്കൂർക്കൽ, കറിവേപ്പില, പിന്നെ കറ്റാർ വാഴ, കറ്റാർ വാഴേൻ്റെ ജെല്ലുണ്ടല്ലോ അത് മാത്രം. കറ്റാർ വാഴ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പച്ച കളയുന്നതായിരിക്കും നല്ലത്. ഉള്ളിലുള്ള ജെല്ല് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും, ചിലർക്ക് നല്ല, എനിക്ക് ചൊറിയലുണ്ട് കേട്ടോ. പിന്നെ അപ്പുറം വശത്ത് നമ്മൾ ക്യാരറ്റൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉമ്മച്ചി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിവിടെ ചിക്കൻ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മിക്സീൻ്റെ ജാറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അരയ്ക്കണമെങ്കിൽ ഈ ഒരു സംഭവം കൂടെ അതിലേക്ക് ചേർക്കണം. കുറച്ച് വെള്ളത്തിൽ കുറച്ചധികം തന്നെ ചായപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അത് നല്ല തണുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തലക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു തേയില വെള്ളം എന്ന് പറയുന്നത്. പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചി ആദ്യം വെള്ളം മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മഞ്ഞയും കൂടെ കുഴപ്പമില്ല, മൊത്തത്തിൽ വെള്ളയും മഞ്ഞയും കൂടെ തലയിൽ തേക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ട്, ഭയങ്കര മടിയുള്ള പരിപാടിയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ചെയ്യുമ്പോൾ അതൊരു വൃത്തിക്ക് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ സ്മെല്ലുണ്ടാവും എന്നൊക്കെ തോന്നി, പക്ഷേ ഇങ്ങനെ എല്ലാം കൂടെ നമ്മൾ കൂട്ടി അരയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ സ്മെല്ലുണ്ടായിരുന്നില്ല കേട്ടോ. തലയിൽ തേക്കുമ്പോൾ മുട്ടേൻ്റെ മഞ്ഞ ചേർത്തു എന്നൊരു ഇടങ്ങേറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലപോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് തേക്കുന്ന വീഡിയോ എന്തായാലും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. അപ്പോൾ തേക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തലയിലുള്ള താരനൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആരെങ്കിലും സഹായം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ തല ഓയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകി കളയുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവില്ല കേട്ടോ, കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ താരന് നല്ലൊരു പിന്നെ മരുന്ന് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ചെയ്ത് നോക്കുക. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കാര്യം തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെന്ന നമ്മളെ തലയിൽ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ആങ്ങളുടെ വൈഫിൻ്റെ ഒരു പരിപാടിയാണ് കേട്ടോ അത്. അവൾ മൈലാഞ്ചി ഉണ്ടാക്കുന്നുണ്ട്, ഹെന്നാക്കോണും ഹാൻഡ് കോണും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവർ, വീഡിയോ കാണുന്നവരാരെങ്കിലും അവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അവൾ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ പണി അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ പണി എന്ന് പറയുന്നത് പഴുത്ത മാങ്ങയിൽ കുരുമുളകും ഉപ്പൊക്കെ ഇട്ട് കഴിക്കലാണ്. അപ്പോൾ കുറേ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ആങ്ങളുടെ മക്കളും നമ്മുടെ സെക്കിക്കുട്ടിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെയൊന്നും പിന്നെ ഞാൻ കൂടുതലായിട്ട് കാണിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യും ഇടയ്ക്കിടയ്ക്ക് ആ മാങ്ങയിലേക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ വന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ഷെഫീക്ക പണി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതോടുകൂടെ എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാല്ലേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഹോം ടൂർ വിശേഷങ്ങളും അതുപോലെ തന്നെ ഹെയർ കെയർ വിശേഷങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. മസ്റ്റായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.